Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് പെരുമ്പാവൂർ വല്ലം ഫൊറോന പള്ളി. ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. വല്ലം ഫൊറോന പള്ളിയിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസന്നിധി നാടിന്റെ തന്നെ ആത്മീയ കേന്ദ്രമായാണ് കരുതപ്പെടുന്നത്. 1401 സ്ഥാപിതമായതാണ് വല്ലം ഇടവക. പോർച്ചുഗീസുകാരുടെ ഭരണകാലത്ത് ശില്പകലാ ചാരുതയോടെ ദേവാലയം പുതുക്കിപ്പണിത് വിശുദ്ധ അമ്മത്രേസ്യയുടെ പേരിൽ നാമകരണം ചെയ്തു. ആത്മീയത വിളിച്ചോതുന്ന അതേ ശില്പകലാ ചാരുതയോടെ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസന്നിധി ഇന്നും നിലകൊള്ളുന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾക്ക് വിജ്ഞാനത്തിന്റെ സ്വർഗ കവാടം തുറന്നു നൽകുകയാണ് വിശുദ്ധ അമ്മത്രേസ്യ. സ്പെയിനിലെ ആവില പട്ടണത്തിൽ 1515 ഭൂജാതയായ ശേഷം വിശുദ്ധിയിലൂടെയും അപാരമായ പാണ്ഡിത്യത്തിലൂടെയും ജനകോടികൾക്ക് എല്ലാ തരത്തിലുമുള്ള ഉൾക്കാഴ്ച പ്രദാനം ചെയ്ത വിശുദ്ധ അമ്മത്രേസ്യ സഹനത്തിന്റെ ആത്മീയ ശക്തിയുടെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികളും യുവതീ യുവാക്കളും വിശുദ്ധ അമ്മത്രേസ്യയുടെ എഴുത്താണിയായ തൂവൽ എഴുന്നള്ളിച്ച് അമ്മത്രേസ്യയുടെ മാധ്യസ്ഥവും അനുഗ്രഹവും തേടുന്നത് ഈ വിശ്വാസ തീഷ്ണതയ്ക്ക് തെളിവാണ്. 16-ാം നൂറ്റാണ്ടിൽ അക്കാലത്തെ ശൈലിപ്രകാരം ഒരു കൈയിൽ ഇളച്ചാറിൽ മുക്കിയ തൂവലും മറുകൈയിൽ എഴുതാനുള്ള പുസ്തകവും ഏന്തിയാണ് വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസ്വരൂപം തിളങ്ങി നിൽക്കുന്നത്. തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകളിൽ നിന്ന് വേദപാരംഗത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അമ്മത്രേസ്യയുടെ തിരുസന്നിധി അങ്ങനെ അറിവ് തേടുന്നവരുടെ അഭയ കേന്ദ്രമായി മാറി. ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ചും വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ചടങ്ങുകൾ ഉണ്ടാകും. ഒക്ടോബർ 26 രാവിലെ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കൽ, 27 വൈകിട്ട് ആവിലാസ്പർശം, പരീക്ഷ ഒരുക്ക ശുശ്രൂഷ എന്നിവ നടക്കുമെന്ന് ഫൊറോന വികാരി ഫാദർ പോൾ മാടശ്ശേരി പറഞ്ഞു. വല്ലം സെന്റ് തെരേസാസ് ഫൊറോന പള്ളിയിലെ 2024 വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ ഈ വരുന്ന 24, 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുന്നു. ഈ തിരുനാളിനൊരുക്കമായിട്ടുള്ള വിപുലമായ കമ്മിറ്റികൾ രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. 24-ാം തീയതി രാവിലെ തിരുനാളോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം, അതേ തുടർന്ന് 26-ാം തീയതി രാവിലെ ആദ്യ അക്ഷരം കുറിക്കുന്ന ഒരു കർമ്മം മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും വിപുലമായിട്ട് നടക്കുന്നു. 27-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആവില സ്പർശം എന്ന പേരിൽ പരീക്ഷ ഒരുക്ക ശുശ്രൂഷയും ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നവരൊരുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തിരുനാളിൻ്റെ ആഘോഷം എന്ന രീതിയിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും വളരെ ഭംഗിയായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമെന്നോണം ഇവിടുത്തെ പ്രധാന നേർച്ചയായ ഓഹരി നേർച്ച വെള്ളിയാഴ്ച രാവിലെ നെയ്യപ്പൻ ചുടൽ ഇവിടെ നടത്തുന്നു. അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ഈ തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് 100-ലധികം പേരടങ്ങുന്ന കമ്മിറ്റികളെ രൂപീകരിച്ച് നടത്തപ്പെടുന്നു. എല്ലാവരെയും ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ തിരുനാളിലേക്ക്, ഇടവക ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഒക്ടോബർ 24, 25, 26, 27 തീയതികളിലാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. 24-ന് രാവിലെ 7:30 തിരുനാൾ കൊടികയറ്റ് നടക്കും. 26, 27 തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ വല്ലത്തേക്ക് ഒഴുകിയെത്തും. തീർത്ഥാടകരെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നു വരുന്നതായി തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വല്ലം ഫൊറോന ദേവാലയത്തിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ ഒക്ടോബർ 24, 25, 26, 27 തീയതികൾ ആഘോഷിക്കുകയാണ്. തിരുനാളോടനുബന്ധമായിട്ടുള്ള കൊടിയേറ്റ് 24-ാം തീയതി രാവിലെയായിരിക്കും. 26-ാം തീയതി വിദ്യാരംഭം കുറിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധിയായ കുഞ്ഞുങ്ങളെ ഇവിടെ എഴുത്തിലെത്താൻ കൊണ്ടുവരുന്നു. അത് വലിയ പ്രാധാന്യമറിയ ചടങ്ങാണ്.
27-ാം തീയതി പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന നിരവധിയായ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന വിശുദ്ധ അമ്മ ത്രേസ്യ ഒരു വേദപാരംഗത കൂടിയാണ്. അമ്മയുടെ പ്രത്യേകം മാധ്യസ്ഥത്തിനു വേണ്ടി ഒത്തിരി ജനങ്ങളാണ്, പരീക്ഷ എത്രയോ വിദ്യാർത്ഥികളും തൊഴിൽ തേടി അലയുന്ന യുവാക്കളും അമ്മയുടെ അഭയത്തിനായി ഇവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ ആവിലാസ്പർശം എന്ന ശുശ്രൂഷയും 27-ാം തീയതി വൈകിട്ടുണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് നവംബർ 2, 3 തീയതികളിലായിരിക്കും 8-ാം വിടം ആഘോഷിക്കുന്നത്. ഇവിടുത്തെ പ്രധാന നേർച്ച ഓഹരി ചുടലാണ്. തിരുനാളിന് വേണ്ടി വിവിധങ്ങളായ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഏറ്റവും ഭംഗിയായി നടന്നു പോവുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫെറോണ വികാരി ഫാദർ പോൾ മാടശ്ശേരി, സഹവികാരി ഫാദർ അലൻ കാളിയങ്കര, കൈക്കാരന്മാരായ ലിയോ പോൾ ആപ്പാടൻ, സാബു വർഗീസ് ചുള്ളി, ഡിനോ ഇടപ്പുളവൻ, ഇമ്മാനുവൽ കരോട്ടപ്പുറം, തങ്കച്ചൻ തേക്കാനം എന്നിവരുടെ നേതൃത്വത്തിൽ 101-അംഗ കമ്മിറ്റി തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.